قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരും, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറയെ വിശുദ്ധ ഹറമും ഹജ്ജും ഹാജിമാരും അവരുടെ യാത്രയുമൊക്കെയാണ്. ധാരാളം ആളുകൾ നമുക്കിടയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ചിലരൊക്കെ അതിൻ്റെ തീയതി പ്രതീക്ഷിച്ചിരിക്കുന്നു. കുറെ ആളുകൾ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും യാത്ര തടസ്സം നേരിട്ടതായി അറിഞ്ഞു കഴിയുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെയാണ് നടക്കുക എന്ന് മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹാലിലും അൽഹംദുലില്ലാഹ് എന്നതാണ് നിലപാട്. ഏതായാലും ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു കർമ്മമായി ഹജ്ജിനെ മനസ്സിലാക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് യാത്ര വൈകിപ്പിക്കുന്നവരുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും അവസാന സന്ദർഭത്തിലാകാം എന്ന് വിചാരിച്ചിട്ട് ഹജ്ജിന് ശേഷം നിഷ്ക്രിയരാകുന്നവരുണ്ട്. ഹജ്ജൊക്കെ കഴിഞ്ഞു, ഇനി ഈമാനോടുകൂടി അങ്ങ് മരിച്ചാൽ മതി എന്ന നിലക്ക് കാണുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം കാര്യത്തിലെ 5ാമത്തെ കർമ്മമാണ് എന്നതുകൊണ്ട് അത് ജീവിതത്തിന്റെ ഒടുക്കമോ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വിശ്രമ ജീവിതത്തിന്റെ ആരംഭമോ അല്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് ചിലതൊക്കെ സ്വീകരിച്ച് ദുനിയാവിന്റെ എല്ലാ ഭാഗത്തേക്കും കൈമാറ്റം ചെയ്യുക എന്നൊരു വലിയ ഉത്തരവാദിത്വം ഹാജിമാർക്ക് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ദീർഘ യാത്രക്ക് പോകുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ പോയി വരുമ്പോൾ എന്താണ് കൊണ്ടുവരിക? അല്ലെങ്കിൽ ദീർഘദൂര യാത്രക്ക് പോകുന്നവരോട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞേൽപ്പിക്കാറുണ്ട്. നമുക്കിടയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരോട് അങ്ങനെ നമുക്ക് വസിയ്യത്ത് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട് ഹാജിമാരോട്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സംസമിന്റെ കന്നാസുകൾ അല്ലാതെ മറ്റൊന്നുമില്ലേ എന്ന്.
സംസവും അവിടെ കിട്ടുന്ന ഏറ്റവും മുന്തിയ ഇനം ഈത്തപ്പഴവുമൊക്കെ ആളുകള് കൊണ്ടുവരാറുണ്ട്. എന്നാൽ അതൊക്കെ ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർന്നു പോകുന്നതാണ്. അതൊക്കെ ദുനിയാവിലെ വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. അതേസമയം പരിശുദ്ധ ഹജ്ജിന് വേണ്ടി വിളിക്കാൻ ആവശ്യപ്പെട്ട പരിശുദ്ധ ഖുർആൻ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിളിക്കുക ഇബ്രാഹിം, അവര് വരും കാൽനടയായിട്ട്. ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തെങ്കിലും അവർ വരും, നീ വിളിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു. ആ വിളി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള വിളിയാണ്, അള്ളാഹുവിന്റെ തന്നെ വിളിയാണ്. അതിനുത്തരം നൽകിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് ഹാജിമാർ പറയുന്നത്. ഈ ആവശ്യപ്പെടലിന് ശേഷം തൊട്ടടുത്ത ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുകയാണ്, ലിയശ്ഹദൂ മനാഫിഅ ലഹും, ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനമുള്ളത്, മൻഫഅത്തുള്ളതിന് സാക്ഷികളാകുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ മക്കത്ത് പോകുന്ന ആളുകൾ ചില കാര്യങ്ങൾക്ക് സാക്ഷികളാകുന്നുണ്ട്. നോക്കൂ, അതിപുരാതനമായ ഒരു കാലത്തേക്ക് നിങ്ങളുടെ ഓർമ്മയെ കൊണ്ടുപോകൂ. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനിച്ചു വീഴുന്ന നേരത്ത് ആ നാട്ടിലുള്ള സ്ഥിതി എന്തായിരുന്നു? തമ്മിൽ തല്ലുകയാണ്. ഗോത്രങ്ങൾ ഇല്ലാത്ത പെരുമ നടിച്ചു, യോഗ്യത നടിച്ചു, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പടച്ച തമ്പുരാൻ അവരുടെ മനസ്സുകളെ ഇണക്കി. അന്ന് അവർ പോരടിച്ചിരുന്ന മണ്ണിൽ ഇന്ന് ഹാജിമാർ പോയിട്ട് നമസ്കരിക്കുമ്പോ ഒരൊറ്റ സ്വഫാണ്. കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, നാനാജാതി ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനകത്ത് നിലവിലുള്ള വ്യത്യസ്തമായ മദ്ഹബുകൾ, ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ഇതൊന്നിലും പെടാത്ത വേറെയും മദ്ഹബിന്റെ ആളുകൾ. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോകുന്നവർ സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്തുകാർ, തബ്ലീഗ്, തരീഖത്തുകൾ, ഇതൊന്നിലും പെടാത്ത വേറെയും ആളുകൾ. എല്ലാവരും ഒരൊറ്റ സ്വഫാണ്, ഒരൊറ്റ ഹജ്ജ് അമീറിന്റെ കീഴിലുള്ള ഹജ്ജാണ്. ഓരോരുത്തരും അവരവരുടെ കർമ്മശാസ്ത്ര അഭിപ്രായങ്ങളെ മാറ്റിവെച്ചുകൊണ്ടല്ല, ഓരോരുത്തരും അവരവരുടെ മദ്ഹബുകളിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചുകൊണ്ടല്ല, എല്ലാവരും ഓരോരുത്തരായിക്കൊണ്ട് തന്നെ അവർ ഒറ്റ സ്വഫായിരിക്കുന്നു. തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല, ഇമാമിന്റെ സംഘടനയെ എന്ന് നോക്കുന്ന പ്രശ്നമില്ല. എല്ലാവരും ഒരൊറ്റ സ്വഫാണ്, ഒരേ മന്ത്രമാണ്. എല്ലാവരുടെയും മനസ്സുകൾ തമ്മിൽ അല്ലഫ, അല്ലാഹു ഇണക്കിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് പോകുന്ന ഹാജിയോട് നമുക്ക് പറയാനുള്ളത് ആ ഐക്യബോധവും കൊണ്ടിങ്ങ് വരണേ എന്നാണ്. നമുക്ക് അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ളൊരു കാര്യമാണത്. ചില പള്ളികളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം തൊപ്പി സൂക്ഷിച്ചിട്ടുള്ള കൊട്ടയുണ്ടാകും. ചില പള്ളികൾ അങ്ങനെ ഉണ്ട്. ആളുകൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ ആ കൊട്ടയിൽ നിന്നൊരു തൊപ്പി എടുത്തു വെക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ആ തൊപ്പി ആ കൊട്ടയിൽ തന്നെ വെച്ചിട്ട് പോകും. ഇങ്ങനെ തൊപ്പി കൊട്ടയിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നത് പോലെ
ഹറമിൽ പോയി വന്ന ഹാജിമാരും ഹാജമാരും ഈ ഐക്യബോധം അവിടെ തന്നെ വിട്ടേച്ച് വരരുത്. അത് ഉൾക്കൊണ്ട് അതും കൊണ്ട് ഇങ്ങ് പോരണം. നിങ്ങൾ കൊണ്ടുവരുന്ന ഈത്തപ്പഴത്തിന്റെ രുചി അത് ഇരട്ടിയാക്കും, അവിസ്മരണീയമായ അനുഭവമാക്കി തീർക്കും. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണല്ലോ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഒന്നിച്ച് മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കൂ. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കി തന്നു. ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ സഹോദരന്മാരാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരന്മാരായി. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. നോക്കൂ, നിങ്ങൾ തമ്മിലടിയെ, പരസ്പരം പോരടിക്കുന്നതിനെ, ഭിന്നിപ്പിനെ, ശൈഥില്യത്തെ, അത് നരകത്തിന്റെ വക്കാണ്, അങ്ങോട്ട് വീഴുകയാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു അവിടെ നിന്ന് നിങ്ങളെ കരകയറ്റി, നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇപ്രകാരമാണ് അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നത്, നിങ്ങൾക്ക് സന്മാർഗം സിദ്ധിക്കുവാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ബോധം കൊണ്ടുവരണം, ഹാജി കൊണ്ടുവരേണ്ടത് അതാണ്. നമുക്കിടയിൽ നിന്ന് പോകുന്നവരോട് നമുക്കത് വസിയത്ത് ചെയ്യാം. നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, ബന്ധുമിത്രാദികളിലുള്ള ഹാജിമാരോട് പറയാം, നിങ്ങൾ പോയി വരുമ്പോൾ ഇത് കൊണ്ടുവരണം, ഞങ്ങൾ കാത്തിരിക്കും. ഈ ഉമ്മത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ, അല്ല നിന്നേടത്ത് നിലനിൽക്കണമെങ്കിൽ തന്നെ അനിവാര്യമായ ഒരു കാര്യമാണ് അത്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ തമ്മിൽ കലഹിക്കരുത്. ഫതഫ്ശലു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുർബലരായി പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. വസ്ബിറു, നിങ്ങൾ സഹനം അവലംബിക്കുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു സ്വബറുള്ളവരുടെ കൂടെയാണ്. അപ്പോൾ കൊണ്ടുവരേണ്ട ഒന്ന് ഈ ഐക്യബോധമാണ്. മറ്റൊന്ന് ഹാജിമാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സാധനം കൂടി കൊണ്ടുവരണം. അത് ലഭിക്കുക അറഫയിൽ നിന്നാണ്. അറഫയാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ. പകലുകളിൽ ഇത്രത്തോളം നല്ല ഒരു പകൽ വേറെ ഇല്ല. അങ്ങനെ ഒരു പകൽ വേറെ ഇല്ല. അവിടെ എത്താൻ കൊതിക്കാത്തവരാരുമില്ല. അവിടെ ളുഹർ മുതൽ മഗ്രിബോളം അറഫയിലുള്ള ഒരു മനുഷ്യന്റെയും ചുണ്ടിന്, ഹൃദയത്തിന് വിശ്രമമില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ചിത്രങ്ങൾ കണ്ടിരിക്കും. അവിടെ പോയവർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കും. പാൽക്കടലായി ഇഹ്റാം വേഷത്തിൽ ആളുകൾ ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വല്ലാത്തൊരു അനുഭവമാണത്. എന്നാൽ ആ അറഫ ദുആഇന്റേത് മാത്രമല്ല, അത് പ്രാർത്ഥനകളുടേത് മാത്രമല്ല, അത് വിശ്വാസികൾക്ക് ദൗത്യം കൈമാറിയിട്ടുള്ള അംബിയാ മുർസലീങ്ങൾ, അതിന്റെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം മുഅ്മിനീങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ഇടമാണ്. എല്ലാവരെയും വിളിച്ചിട്ട് റസൂൽ ചോദിച്ചല്ലോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ആർക്കാ സംശയം? അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുത്തു എന്നതിൽ ഒരാൾക്ക് സംശയമില്ല. അവർ പറഞ്ഞു, ബലാ ഷഹിദിന, ഞങ്ങൾ അതിന് സാക്ഷികളാണ്.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ الناس യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുബല്ലിഗു ശാഹിദുൽ ഗായിബ്. എന്നാൽ സാക്ഷികളായവര് അത് സാക്ഷികളാവാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇനി നബി വരികയില്ല, ഇനി ഒരു കിതാബ് ഇറങ്ങുകയില്ല, ഇനി വഹയുണ്ടാവുകയില്ല. ആ ദൗത്യം നിങ്ങൾക്കിതാ ഏൽപ്പിച്ചിരിക്കുന്നു. ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുമ്പാകെ സാക്ഷ്യം വഹിച്ചത്, അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത്. ഈ ദൗത്യം കൈമാറിയ ഇടമാണ് അറഫ. അവിടെ ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് നിൽക്കുമ്പോ, അവിടെ നെമിറ മസ്ജിദിന്റെ മിനാരങ്ങൾ കാണുമ്പോ, അവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഹാജിമാർ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, ഈ ദൗത്യം എടുക്കാതെ വന്നേക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത ആളുകൾ, അവരാ ഹജ്ജ് കഴിഞ്ഞ് ഈ ദൗത്യം ഏറ്റുവാങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരവരുടെ വാഹനങ്ങൾ ഓടിച്ചുപോയി എന്നാണല്ലോ. അവർ വാഹനങ്ങൾ ഓടിച്ചു പോയത് നമുക്ക് ഓർമ്മയുണ്ട്. അവരുപേക്ഷിച്ചു പോയത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കയിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോ, ആഫ്രിക്കയിലേക്ക്, ചൈനയിലേക്ക്, മറ്റോരോ പ്രദേശത്തേക്ക് അവരവരുടെ വാഹനങ്ങൾ ഓടിച്ചും പിന്നീട് നടന്നും പിന്നെ കപ്പലേറിയും ഒക്കെ അവർ പോയപ്പോൾ അവരുപേക്ഷിച്ചു പോയത് എന്താണ്? 1,00,000 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാം. ഒരു വക്ത് അവിടെ നിസ്കരിച്ചാൽ ലോകത്തെവിടെയുള്ള പള്ളിയിലും നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലം. പിന്നെ അവിടെ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവിടെ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അങ്ങനെ ഇരട്ടി ഇരട്ടി പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിച്ച് ആ ഹറമിൽ അങ്ങ് ഇഅ്തികാഫിരുന്ന് അവിടെ അങ്ങ് നിസ്കരിച്ച് പരമാവധി പുണ്യം കരസ്ഥമാക്കാൻ ഉള്ള അവസരത്തെ മാറ്റിവെച്ചുകൊണ്ടാണ് പള്ളിയില്ലാത്ത, ദീനീ സംരംഭങ്ങളില്ലാത്ത, ദീൻ അറിയുന്നവരില്ലാത്ത പ്രദേശത്തേക്ക് അവർ പോയത്. അവിടെ തന്നെ അവസാനിച്ചു പോകുന്ന ആ കൊട്ടയിൽ തന്നെ തിരിച്ചു വെക്കുന്ന തൊപ്പി പോലെ അല്ല ഹജ്ജിന് പോയി വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന നിലപാട്. അത് എടുത്തു കൊണ്ടുവരണം ഇങ്ങോട്ട്. പിന്നെന്താണ് അവർ ഉപേക്ഷിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങൾ ആരാണ്? പ്രത്യേകിച്ചും നമുക്കിടയിൽ ഉണ്ടാകുന്ന പല തർക്ക നേരങ്ങളിലും നമ്മൾ വിചാരിച്ചു പോയിട്ടില്ലേ, എവിടെയെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പോയി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് സംശയ നിവൃത്തി വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്ന് 5 വക്തും നമസ്കരിക്കാനുള്ള അവസരമാണ് മദീനക്കാർ വേണ്ടെന്ന് വെച്ചത്. അവർ വണ്ടിയെടുത്ത് പോവാണ്. പോയിട്ട് അടുത്ത മാസം തിരിച്ചു വരാൻ കഴിയോ? അടുത്ത ഹജ്ജിന് വരാൻ കഴിയോ? ഒന്നുമില്ല. പോയ ആളുകൾക്ക് പിന്നെ തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. അന്നത്തെ യാത്രയും ലോകവും സൗകര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് ഇനി അന്ന് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ആ മുഅ്മിനീങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഈ ദൗത്യവുമായിട്ടാണ് അവർ പോയത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന മുഅ്മിനീങ്ങൾ അവരുടെ ആവേശമായി കൊണ്ടു നടക്കുന്ന മക്കയും മദീനയും ഉപേക്ഷിച്ചിട്ടാണ് സഹോദരന്മാരെ അവർ അറഫയിൽ നിന്ന് ഈ ദൗത്യവും സ്വീകരിച്ചു പോയിട്ടുള്ളത്. കൊണ്ടുവരുന്ന സംസത്തിന്റെ കൂടെ നമുക്ക് ഹാജിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ആ ദൗത്യവും ഏറ്റെടുത്തു വരണം. ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ഒരു പ്രകാശമായി ആളുകളുടെ മുമ്പാകെ അല്ലാഹുവിന്റെ ദീനിനെ സമർപ്പിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറിയ കോപ്പയിൽ ഒരിറ്റ് സംസം നിങ്ങൾ നൽകുമ്പോൾ
നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്ത് വന്നവരാണെങ്കിൽ ആ നൽകുന്ന സംസത്തിന്റെ കുറഞ്ഞ തുള്ളികൾക്ക് ഈ നാട്ടിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സാഹോദര്യത്തെ കുറിച്ച് ഈ ലോകത്തെ ജനതയോട് പറയാൻ സാധിക്കും. ജാതിയുടെ, വർഗത്തിന്റെ, വംശത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ സംഘർഷപ്പെടുന്നവർക്കിടയിലേക്ക് സാഹോദര്യത്തിന്റെ നന്മയെ നട്ടു നനച്ചു വളർത്താൻ നിങ്ങൾക്ക് കഴിയും. സംസമിന്റെ കൂടെ, ഈത്തപ്പഴത്തിന്റെ കൂടെ ഈ ഐക്യബോധവും ഈ ഒരു ദൗത്യ നിർവഹണം, ഇത് രണ്ടും കൂടി നിങ്ങൾ കൊണ്ടുവരണം എന്നതാണ്. ഹജ്ജിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബിമാരെയും പല പ്രദേശത്തേക്കും പ്രത്യേകം അയച്ചിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ വാഹനങ്ങൾ തിരിഞ്ഞു നിന്ന ഭാഗത്തേക്ക് ഓടിച്ചു പോയി. റസൂലുള്ള ചില ആളുകളെ പ്രത്യേക ദൗത്യം ഏൽപ്പിച്ച് പലയിടത്തേക്കും പറഞ്ഞേക്കുകയുണ്ടായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഇസ്ലാമിക വ്യവസ്ഥയുടെ നിലനിൽപ്പിന്, അവിടുത്തെ ഭരണക്രമത്തിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ് നിങ്ങൾ ഈ ഒരു കൂടിയാലോചനയിൽ ശൂറ സംവിധാനത്തിൽ വേണം എന്ന് നിർദ്ദേശം കൊടുത്ത ആളുകൾ മാത്രമാണ് മദീനയിൽ നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരാൻ ഹാജിമാർക്കും അത് ഏറ്റെടുക്കാൻ, സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കാൻ നമുക്കും സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ഉത്തമ സമൂഹത്തിന്റെ സ്ഥാപനത്തിനും നിലനിൽപ്പിനും വലിയ രീതിയിൽ ഗുണം ചെയ്യും. അല്ലാഹു പറയാണ്, നിങ്ങളിൽ നിന്നുണ്ടാകണം. എന്താണ് ഉണ്ടാകേണ്ടത്? ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹമായിത്തീരണം നിങ്ങൾ. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിശ്ചയമായും അക്കൂട്ടരാണ് വിജയികളായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.